കുറേ നാളായാലും നമ്മളൊരു വ്ളോഗായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു വീട്. ഈ ഒരു സാധാരണ ഒരു വീട് തന്നെയാണിത്. പക്ഷേ ഈ വീടിൻ്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഹോം ടൂറും കണ്ടിട്ട് വരാം. ഇവിടെ ഞാൻ ഇവിടെ പറയുന്നത് ആ വീട് അവിടെ നിന്നൊക്കെ പോയി, ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീട് അച്ഛൻ മകൾക്ക് വേണ്ടി പണി ചെയ്ത് കൊടുത്തതാണ്. അതിന്റെ പൈസ മാത്രമല്ല, ഇതിന്റെ ഒരു 70-80% പണിയും ആ അച്ഛൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫാം ഹൗസ് ആണ്. ഇതിനകത്ത് കുറേ വീടുകളുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ 1 ദിവസം 2 ദിവസം അങ്ങനെ റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന വീടുകളാണ്. ഈ കാണുന്ന വീട്ടിലും ഗസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. എന്ത് രസമാണെന്നറിയാം. രാവിലത്തെ കോടമഞ്ഞും എല്ലാം കൂടി ഒരു അടിപൊളി സംഭവമാണ്. ശരിക്കും നമുക്ക് തിരിച്ചു വരാൻ പോലും തോന്നത്തേയില്ല. അത്രയ്ക്ക് സൂപ്പറാണ്. ഇതിനകത്ത് തന്നെ ചുറ്റിക്കറങ്ങി കാണാനും എല്ലാം കേട്ട് അടിപൊളിയാണ്. ശരിക്കും നമുക്ക് ഈ ഒരു നമുക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടുത്തത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ വീടിൻ്റെ കാര്യമാണ്. കയറി വരുന്നിടത്ത് ഒരു സിറ്റ് ഔട്ട് പോലെയാണ്. ഇവിടെ ഒരു ബ്രൈ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസിനൊക്കെ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വീടിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് കയറി കഴിഞ്ഞിട്ട് വലത് സൈഡിലോട്ടാണ് സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെയാണ് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നത്. പിന്നെ താഴെ ഈ ഒരു ഹാളിൻ്റെ ഒരു സൈഡാണ് കിച്ചണായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ അത്യാവശ്യം പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് സാധനങ്ങളും പാത്രങ്ങളും മസാല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് എടുത്തിട്ട് പോകില്ല. ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ഇതിവിടുത്തെ ഈ ടോയ്ലറ്റിന് ഡോറുണ്ട്. ആ സൈഡിലൊരു ഷവറും കൊടുത്തിട്ടുണ്ട് അവർ. മെയിൻ ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു പാസേജാണ്. ഇവിടെ ഒരുവിധം എല്ലാ വീടുകളിലും ഇതുപോലെ പാസേജ് വന്നിട്ടാണ് റൂംസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. അതിൻ്റെ 3 സൈഡിലും ഇവർ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ മാത്രമാണ് ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് വെളിച്ചവും കാറ്റും എല്ലാം കയറുന്ന നല്ല വലിയ വലിയ ജനലുകളുണ്ട്. എല്ലാ ഭാഗത്തും ഗ്ലാസ് തന്നെയാണ്. ശരിക്കും ഇത് തടി കൊണ്ടുണ്ടാക്കിയ വീടാണ്. തടി കൊണ്ട് പുറം ഭാഗം തടിയും അകം ഭാഗം വരുമ്പോൾ അകം ഭാഗം വരുമ്പോൾ തടിയും പുറം ഭാഗം വേറൊരു മറ്റേ എന്താ പറയുന്നതിന് തകരത്തിൻ്റെയൊക്കെ ഷീറ്റില്ലേ നമ്മൾ അതുപോലെ. അപ്പോൾ ഇത് മുകളിലത്തെ ബാത്റൂമാണ്. മുകളിലത്തെ ബാത്റൂമിനോട് ഒരു കർട്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഈ റൂഫ് ഇങ്ങനെ വരുന്ന ഒരു എ ഷേപ്പിൽ ഇങ്ങനെ വരുന്നതാണ്. അതിനെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എനിക്കും അറിയത്തില്ല. പക്ഷെ ഒരു ചെറിയൊരു റൂമാണ്. അധികം ഇതൊന്നുമില്ല. ഭയങ്കര എന്താ പറയുന്നത്, ശരിക്കും നല്ല ആ വീട്ടിൽ എനിക്ക് 2 റൂമിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബെഡ്റൂമാണ്. പുറത്തോട്ടൊക്കെ ആയാലും നല്ല വ്യൂ. അതിപ്പോൾ മറ്റേ ബെഡ്റൂമിലായാലും എല്ലായിടത്തുനിന്ന് കിച്ചണിന്നായാലും എല്ലായിടത്തുനിന്നും നല്ല വ്യൂ ആണ്. കുറേ വിൻഡോയും എല്ലാമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇത് തന്നെയാണ് കിട്ടുന്നത്. ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ തന്നെ എനിക്ക് തടി കൊണ്ടുള്ള ഒരു ഇതാണ് വച്ചിരിക്കുന്നത്. ഇവിടെ ആയാലും നല്ല വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു സൈഡാണ് കിച്ചൺ. ഇവിടെ നിന്ന് ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനം, ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങളായാലും പെയിൻറ്റിങ്സ് ആയാലും എല്ലാം സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അതേപോലെ വീട്ടിൽ ചെയ്തിരിക്കുന്ന എന്താ പറയുന്നത്, ഇപ്പോൾ വീടിൻ്റെ ചുവരായാലും അങ്ങനെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ്. കിച്ചണിൽ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നതായാലും തടി കൊണ്ടാണ്. അങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന, ഇത്രയും നല്ല കാണാനും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തോന്നി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് കുറച്ച് ആൻറ്റിക് പീസുകൾ, പിന്നെ ഈ കോഴി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെറും നമ്മളെ പഞ്ചാര മുത്തെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഷുഗർ ബീഡ്സ്, ആ സംഭവം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞു കാൽപ്പെട്ടി, പിന്നെ ടീ കായുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്.
ഇവരൊരു 3-4 പേരിങ്ങനെ ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. രാവിലെ ഉറക്കണീറ്റ് തന്നെ യുവമാരെ കണിയേണ്ടിയിട്ടാണ്. യുവമാർ ഓടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഉണരുന്നത് തന്നെ. എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കുറേ വീടുകൾ അവിടെ തൊട്ടേ ഉണ്ട്, കുറേ വീടുകളുണ്ട് ഈ സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീടും ഈ വീടിൻ്റെ ചുറ്റുവട്ടവും അന്തരീക്ഷവും ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.